ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അനുമോൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കുന്നു നമ്മൾ വിചാരിച്ചിരുന്നു, അതുപോലെ പണി കൊടുത്തു. അനീഷിന് ഒരു പണി കൊടുക്കുന്നു വിചാരിച്ചു, അതുപോലെ അനീഷിനും ഒരു പണി കിട്ടിയിരിക്കുകയാണ്. അനുമോളെ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച ഒരു കാര്യം തന്നെയാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ആ കിച്ചണിൽ പോയിട്ട് കടലമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്ത ഒരു സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ദോശ എടുത്തിട്ടുള്ള കാര്യത്തിനേക്കാളും എത്രയോ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് ഒരു വീക്കെൻഡാണ് നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ അതൊരു ന്യായമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ഇപ്പോൾ ഈ ഒരു വിഷയം തന്നെ ചർച്ചയ്ക്ക് എടുത്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ കിച്ചണിൽ പോയിട്ട് അനുമോള് ദോശ ഉണ്ടാക്കി കൊടുത്ത ഈ ഒരു വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രാഥമികമായിട്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്ന രണ്ട് പേരെന്ന് പറയുന്നത് അക്ബറും അതുപോലെ ആര്യനും തന്നെയാണ്. അനുമോള് ഷാനവാസിനെ അനുസരിക്കാതെ കിച്ചണിൽ പോയതെന്നത് വലിയ തെറ്റാണ്. പക്ഷെ എങ്ങനെയാണ് അക്ബറും അതുപോലെ ആര്യനും ചെയ്ത തെറ്റല്ലാതെ അത് അനുമോളുടെ മാത്രം തെറ്റാവുന്നത് എങ്ങനെയാണ്? അവർക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. അവർ കുറച്ച് മുൻപേ ഭക്ഷണം കഴിച്ചത് കൊണ്ട് രാത്രി ആയപ്പോഴേക്കും അവർക്ക് വിശന്നു. അപ്പോൾ അത് അനുമോൾക്ക് അറിയാവുന്നുണ്ട്. അനുമോള് ആദിലോട് നൂറോടൊക്കെ പറയുന്നുണ്ട്. ആദിൽ നൂറയും ഇവരെ എതിർക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, അനുമോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് തന്നെ വിചാരിക്കുക. ഈ അക്ബറും ആര്യനും ഈ ഒരു കാരണം കൊണ്ടായിരിക്കും അനുമോളെ ജയിൽ നോമിനേഷന് വിടുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അവർക്കൊപ്പം നിൽക്കും. അല്ല, ഒരാൾക്ക് വിശന്ന് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കിച്ചൺ ഡ്യൂട്ടി ഉള്ളവരാണ്. അതിൽ അനുമോള് മൈൻഡ് ചെയ്തില്ല, അവർക്ക് ഒരു ഹ്യൂമാനിറ്റി അവരോട് കാണിച്ചില്ല എന്നുള്ള രീതിയിൽ വീണ്ടും അനുമോൾക്ക് തന്നെ കുറ്റമല്ലോ. ഇതൊക്കെ അനുമോൾ കണ്ടുകൊണ്ട് തന്നെയാണ് അനുമോൾ എന്ത് ചെയ്തത്. എന്നാൽ പിന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ കിച്ചണിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് മുട്ട പൊരിച്ച് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇതിലാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ആര്യൻ്റെയും അക്ബറിൻ്റെയൊക്കെ ഭയങ്കര വിശന്നുള്ള ഒരു പാവം അഭിനയം ഇതൊക്കെ കണ്ടപ്പോൾ അനുമോൾ എന്ത് ചെയ്തു, എന്നാൽ നിങ്ങൾക്ക് ഞാൻ ദോശ ഉണ്ടാക്കി തരാൻ കൊണ്ട് ഉണ്ടാക്കി. അതാണ് സത്യം. പക്ഷെ ഇത് പ്രശ്നമായപ്പോൾ ആദ്യം തന്നെ അക്ബർ എടുത്തത് പ്ലേറ്റ് മറിച്ചു. അക്ബർ എന്താ പറഞ്ഞത്, അനുമോൾക്ക് അപ്പോൾ വിശപ്പൊന്നുണ്ടായിരുന്നില്ല, വിശപ്പ് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. എന്നിട്ട് നെവിൻ അത് ദോശ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ മനഃപൂർവ്വം എന്ത് ചെയ്തു, നെവിനോടുള്ള ദേഷ്യം കൊണ്ട് അനുമോൾ അത് എടുത്ത് കഴിക്കുകയും വിശന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അതപ്പോൾ ആ കാര്യം എങ്ങോട്ട് പോയി? ഞാൻ പറഞ്ഞ അനുമോള് ശരിക്കും പറയുകയാണെങ്കിലോ ആദ്യം നൂറേയും പറഞ്ഞതുപോലെ ഇവർക്കത് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാലേട്ടൻ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളത് അനുമോളുടെ മേത്തേക്ക് ഇട്ടോ ചോദിച്ചപ്പോൾ ഇല്ല ലാലേട്ടൻ അങ്ങനെ ഉണ്ടായില്ല, അതങ്ങനെയാന്ന് പറയുമ്പോൾ ലാലേട്ടൻ അത് ഓക്കെ എന്ന് പറഞ്ഞ് ഇരുത്താണ് ഞാൻ. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഈ എല്ലാവരും പറഞ്ഞത് ഒരു മറ്റേ അക്ബറിനോടോ അല്ലെങ്കിൽ ആര്യനോടുള്ള ഒരു പക്ഷഭേദം എന്ന് പറയുന്നത് അല്ലേ. അനുമോളോട് ചോദിക്കുന്നതും മനീഷിനോട് ചോദിക്കുന്നതും അല്ലെങ്കിൽ ഷാനവാസിനോട് ചോദിക്കുന്നത് പോലെ അല്ല ഇവരോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്ന പോലെ നമുക്ക് തോന്നുന്നു. പിന്നെ എവിക്റ്റായി പോകുന്ന രണ്ട് പേര്, അതായത് കാറിൽ കയറുന്നു, അതിൽ രണ്ട് കാറിൽ പോയിട്ട് ഒരു കാറിൽ ഒരാൾ മാത്രം തിരിച്ചു വരും എന്ന് പറഞ്ഞ് ആരാണ് എവിക്ഷൻ വന്നിരിക്കുന്നത്? ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം അത് ലക്ഷ്മി ആയിരിക്കും പോകുന്ന എല്ലാവർക്കും അറിയായിരുന്നു. എന്നാലും എല്ലാവരും പ്രതീക്ഷിച്ചു ഇനി വല്ല പ്രത്യേകിച്ച് ഒരു ഇതുണ്ടായിരിക്കും, ഒരു ഷോക്കിംഗ് എവിക്ഷൻ ആയിരിക്കും എന്നൊരു എല്ലാവരും കാത്തിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ലക്ഷ്മിയാണ് തിരിച്ചു വരാതെ എവിക്റ്റായി പോയത്. തിരികെ വന്നത് അക്ബറാണ്. അപ്പോൾ അക്ബർ തിരികെ വന്നപ്പോൾ ഒരു ഇതിന് മുമ്പ് ആർക്കും ഇല്ലാത്തതുപോലെയുള്ള ഒരു ലെറ്ററൊക്കെ എടുത്തു വെച്ചിട്ട് വീണ്ടും സ്വാഗതം, നിങ്ങളിവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് എഴുതിയിട്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ആദില പോയി ജിസേലിനും എവിക്ഷനും സംഭവിച്ചത്. ജിസേൽ പോയി ആദില തിരികെ വന്നു. പക്ഷേ ആദില തിരികെ വന്നപ്പോൾ ഇതേപോലെയുള്ളൊരു വാം വെൽക്കമിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ അക്ബറിന് ഒരു കാറിൽ കൊണ്ടുപോകുന്നു, തിരികെ ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ വന്ന് ഇറങ്ങുന്നത് പോലെയുള്ള ഒരു ഇതൊക്കെ കൊടുത്ത് കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഇതൊക്കെ എന്താണ് ഈ സംവിധായകൻ കാട്ടിക്കൂട്ടെന്ന് മനസ്സിലാക്കാൻ? സാധാരണ പ്രേക്ഷകർക്ക് പോലും അദ്ദേഹം പറയുകയാണ് ഞാൻ അക്ബറിൻ്റെ കൂടെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ കാണുന്നത്. ഒരു പ്രഹസനമാണ്, സംവിധായകൻ്റെ ഒരു പ്രഹസനം. അതിനുവേണ്ടി ലാലേട്ടനെ ഒരു ബൊമ്മയാക്കി നിർത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ഒരു വീക്കെൻഡിലെ ഈ രണ്ടാമത്തെ എപ്പിസോഡും കണ്ടപ്പോൾ അത് തീർച്ചയായും. പിന്നെ അനുമോളെ കുറേ ഇട്ട് കൊട്ടുന്നു, അനുമോള് പറയുന്നു പകുതി മുക്കാലും കേൾക്കുന്നു, പിന്നെ അനുമോൾ പറയാനുള്ള കഴിവില്ല എന്നുള്ള രീതിയിലേക്ക് കുറേ കൺഫ്യൂസ്ഡ് ആക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അക്ബർ തന്നെ പറയുന്നുണ്ട് തിരികെ വന്നത് ഞാൻ ഭയങ്കര ഇതിലാണ്, എൻ്റെ ഒരു ഇമേജ് തന്നെ ബിഗ് ബോസ് മാറ്റിയെടുത്തു എന്നൊക്കെ പറയുന്നു. പിന്നെ അനീഷിനെ വളരെയധികം ടാറടിക്കുന്ന രീതിയിൽ
ജയിലിലേക്ക് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ലാലേട്ടൻ ചിരിക്കുകയാണ് ചെയ്തത്. ആ ഒരു ജയിൽ നോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ ജെന്യുവൻ ആയിരുന്നു എന്ന് വെച്ചാൽ അല്ലല്ലോ. ഒരു ടാസ്കിൽ 1, 2, 3 സ്ഥാനം കിട്ടിയതിൽ 2, 3 സ്ഥാനം കിട്ടിയ ഒരു ജയിലിൽ പോയി എടുക്കുകയും ടാസ്ക് കട്ടെടുക്കുകയും ക്ലാസ്സിൽ കുളമാക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്. നെവിനും ആര്യനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ആണ് ഈ 2 പേര് പോകുന്നത്. അനുമോളുടെ കാര്യം പോട്ടെ, അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ അനീഷ് ആ ആഴ്ചയിൽ വലിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അനീഷ് 2ാം സ്ഥാനം കിട്ടിയതാണ് ടാസ്കിൽ. എന്നിട്ട് എന്തിനാണ് അനീഷിനെ വിട്ടത്? അപ്പം അത് ഇതുവരെയ്ക്കുള്ള ജയിൽ നോമിനേഷൻ പോട്ടെ, കഴിഞ്ഞ ഈ നടന്ന ലേറ്റസ്റ്റ് ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അനീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് അത് കൂടാതെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജയിലിൽ പോയ ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ മനഃപൂർവ്വം കളിയാക്കുന്നത് ആ ജയിലിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ജയിലിൻ്റെ ഐശ്വര്യം അനീഷാണ്. അത് കണ്ടിട്ട് അദ്ദേഹം വിഷമിച്ചു. പക്ഷെ കുറേ ആൾക്കാർ പറഞ്ഞത് അഭിനയമാണ്, അദ്ദേഹത്തിന് അഭിനയം വരുത്തണം. അതൊന്നും ശരിയല്ല. അഭിനയമാണ് എന്താണെങ്കിലും ബിഗ് ബോസ് ഒരു സീസണിൻ്റെ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരാൾ ജയിലിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ അപമാനിക്കുന്നത്. അനീഷിനെ പോലെ തന്നെ ഒരുപാട് തവണ ജയിലിൽ പോയുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് നമുക്കറിയാം പല സീസണിലും ഉണ്ടായിട്ടുണ്ട്. അനീഷ് മാത്രമൊന്നല്ല, ഒരുപാട് തവണ പോയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. അവർക്കൊന്നും ഇങ്ങനെയൊന്നും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് അനുമോളോട് ചോദിക്കും എന്നല്ലാതെ അതിന് ക്ലാരിറ്റി വരുത്താനൊന്നും ലാലേട്ടൻ ശ്രമിക്കാറില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ആര്യനും അക്ബറും കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു, കുറേ നുണകളാണ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് ഫുള്ളായിട്ട് കേട്ടിട്ട് ഇരിക്കും എന്നല്ലാതെ അതിൽ നിന്ന് മറ്റുള്ള ഒരാൾക്ക് ന്യായം ഉണ്ടോ, അയാളുടെ ഭാഗത്താണോ ന്യായം എന്നതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ലാതെ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതിൻ്റെ സംവിധായകൻ്റെ കുറേ കാര്യങ്ങൾ സംവിധാനം വളരെ മോശമായിട്ടാണ് പോകുന്നത്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കും തോന്നി ഈ ഒരു എപ്പിസോഡ് കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കൂടുതൽ പ്രിവിലേജ് ചിലർക്ക് കണ്ടസ്റ്റൻസ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് മോശമായി പോയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും ജെന്യുവനായിട്ട് എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് ഈ സംവിധായകൻ ഇനി ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ അക്ബറിന് കൂടുതൽ പ്രിവിലേജ് കൊടുക്കും. ഇപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ സീസണിലുണ്ട് ഇന്ന ആൾക്കാണ് കപ്പ് കിട്ടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയും. അങ്ങനെ പാർഷ്യാലിറ്റി തോന്നുമ്പോൾ ആൾക്കാർ പറയും. വോട്ട് ചെയ്ത സംവിധായകനല്ലല്ലോ, വോട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് ഈ സംവിധായകന് പറ്റുമല്ലോ. അതേ പറയുന്നുള്ളൂ. ഇപ്പോൾ ജാസ്മിൻ കഴിഞ്ഞ നാളെ ജാസ്മിന് കപ്പായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ജാസ്മിന് കിട്ടാതിരുന്നത് പ്രേക്ഷകർ ജാസ്മിന് എതിരായതുകൊണ്ടാണ്. സംവിധായകൻ എന്ത് കളി കളിച്ചിരുന്നില്ല, പക്ഷെ സംവിധായകൻ കളിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പോയി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് വെളുപ്പിക്കൽ. ഇന്നലെ എല്ലാവരും പറഞ്ഞ ട്രോളിയില്ലേ വെളുപ്പിക്കൽ, ഈ ഒരു വ്യക്തി വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പ്രേക്ഷകർ വോട്ട് ചെയ്താലേ അവിടെ വരെ എത്തുള്ളൂ. ചില പ്രേക്ഷകർ ഇങ്ങനെ മാറാലോ, ഇത് കാണുമ്പോൾ അയ്യോ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ച അങ്ങനെയായിരുന്നു പക്ഷെ ഇങ്ങനെയാണല്ലേ എന്നുള്ള രീതിയിൽ തിരിച്ചെടുക്കാനൊക്കെ ഈ സംവിധായകന് പറ്റും. അൾട്ടിമേറ്റ് ആയിട്ട് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാളെ എലിമിനേറ്റ് ആവുന്നത് സത്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ഇത്തരത്തിലെ അനീഷിനെ കളിയാക്കുന്നതും അതുപോലെ അനുമോളിനോട് ഒരു കാര്യം ചോദിച്ചാൽ അനുമോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആരും കൊണ്ടു കൊടുക്കുന്നു. അത് ഇന്നേ വരെ ഒരു സീസണുണ്ടായിട്ടില്ല. അത് ലാലേട്ടൻ നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ സമ്മതമില്ലാതെ ഒരാളെ എഴുന്നേറ്റ് നിന്ന് ഒരു ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അനുമോൾ കരയാതെ നിന്ന് പറയുന്ന ഒരാൾ കളിയാക്കിക്കൊണ്ട് ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഡ്രാമ കളിക്കുക, അത് കണ്ടിട്ട് ചിരിക്കാൻ അക്ബറും നെവിനൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർക്ക് എന്ത് വേണമെങ്കിൽ അതിനകത്ത് ചെയ്യാം. അനുമോളും അനീഷൊക്കെ ഇനി ഒരു കാര്യമില്ല, അവർക്ക് അവിടെ വോയിസ് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ഇത്രയും അതിനകത്ത് അർമാദിക്കുന്നത് നമ്മൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും സംവിധായകൻ്റെ ഒരു പോരായ്മയാണ്. ബിഗ് ബോസ് സീസൺ 7 സംവിധാനം വളരെ മോശം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.